ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുമക്കളെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരെയാണ് കേട്ടോ. സോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അതായത് പ്രഗ്നൻസി ടൈമിൽ നന്നായിട്ട് അടിച്ചു വാരി തൂക്കണം, അല്ലെങ്കിൽ നന്നായി അങ്ങോട്ട് മേലനങ്ങി പണിയെടുക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നൊരു അമ്മൂമ്മയോ അല്ലെങ്കിൽ അയൽപ്പക്കത്തെ ചേച്ചിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഫുൾ ടൈം റെസ്റ്റ് എടുക്കണം എന്ന് ഒരു ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യില്ല. മിനിമം എമൗണ്ട് ഓഫ് എക്സസൈസ് അത്യാവശ്യമാണ്. അത് അമ്മയുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു മാനദണ്ഡം എന്ന് പറയുന്നത് അമ്മയ്ക്ക് സെർവിക്കൽ ഇൻകോമ്പിറ്റൻസോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അബോർഷൻസ്, റിപ്പീറ്റഡ് അബോർഷൻ, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ കണ്ടീഷൻ ഒന്നുമില്ല. ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ഹെൽത്തി പ്രഗ്നൻസി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. അപ്പം അതെന്ന് പറയുന്നത് ഒരു 30 minutes a day, അതൊക്കെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതും നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ സ്പോർട്സോ അല്ലെങ്കിൽ പുതിയ എക്സസൈസോ ചെയ്യണം എന്നൊന്നുമല്ല. ഇപ്പം നമ്മൾ നടക്കാൻ പോകുന്നു, അത് ഇത്രയും ബ്രിസ്ക് വാക്കിംഗ്, അതായത് കുറച്ച് സ്പീഡിൽ നമ്മൾ നടക്കുക, അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കൂടെയുള്ള ആളുടെ കൂടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 minutes വാക്ക്, അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യുന്ന ആളാണെങ്കിൽ സൈക്കിൾ, ഇപ്പോൾ യോഗ നേരത്തെയൊക്കെ ചെയ്തിരുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ യോഗ, ഈവൻ ജിം പോലും. ഇപ്പോൾ ജിമ്മിൽ റെഗുലറായി പോകുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ അധികം വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലാതെ ഒരു മിനിമം എമൗണ്ട് ഓഫ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ. പക്ഷെ അതേസമയം ഈ പറയുന്ന പോലെ ഈ കുനിഞ്ഞ് നിന്ന് അടിച്ച് വാരി മുറ്റം ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലെ പണി മൊത്തം ചെയ്യണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മയുടെ മെൻ്റൽ ഹെൽത്താണ്, അത് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് തീരെ ക്ഷീണമാണ്. ഇപ്പോൾ ആദ്യത്തെ 3 മാസങ്ങൾ എന്ന് പറയുമ്പം ഭയങ്കര ക്ഷീണമായിരിക്കും പലർക്കും. ഒന്നാമത് വോമിറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് സൈൻ ഓഫ് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് അമിതമായ ക്ഷീണം, ഉറക്കം ഒക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നിർബന്ധം പിടിച്ച് അയ്യോ ഇന്ന് നടക്കാൻ പോകണം, അങ്ങനെ വേണ്ട. അമ്മ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു 30 minute സ്പീഡിലുള്ള വാക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്റ്റെപ്പ് തന്നെ കയറി ഇറങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് പ്രീ ടേം ലേബർ നമുക്ക് അവോയ്ഡ് ചെയ്യാം, സിസേറിയൻ സെക്ഷൻ ആകാനുള്ള ചാൻസസ് കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റേഷൻ, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പരിധി വരെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബാക്ക് പെയിൻ, അതുപോലെ തന്നെ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും, അതായത് നമ്മളിപ്പോൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ അറിയാതെ യൂറിൻ പോകുന്നൊരു സംഭവം നമുക്ക് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി ഉണ്ടാവാറുണ്ട്. അതുമൊക്കെ ഒരു പരിധി വരെ നമുക്കിങ്ങനെ എക്സസൈസ് നമ്മുടെ ബോഡി ആക്റ്റീവായി വെക്കുന്നത് കൊണ്ടും പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ എയിം എന്ന് പറയുന്നത്, നമ്മൾ ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും ഒരു എക്സസൈസാണ്. അപ്പം ഒരു ദിവസം നമ്മളൊരു 10,000 സ്റ്റെപ്സ് കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സസൈസ് അവിടെ തന്നെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഇത്രയും നടക്കുകയും ജോലി ചെയ്യുന്ന ഒരാൾ പിന്നെ പോയി പ്രഗ്നൻ്റ് ആണ് എക്സസൈസ് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്. അതായത് നമുക്കിപ്പം എക്സസീവായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ വരിക, അല്ലെങ്കിൽ കുറച്ച് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ കുറച്ച് ഫ്ലൂയിഡ് പോകുന്ന പോലെ തോന്നുക, ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻ വരിക, ഇങ്ങനെയൊക്കെയുള്ള സൈൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാസവും വിസിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ച് നമ്മുടെ ഗൈനക്കിനോട് ചോദിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ USG എടുക്കുന്ന സമയത്ത്, അതായത് അൾട്രാസോണോഗ്രാഫി എടുക്കുന്ന ടൈമിൽ നമ്മുടെ സെർവിക്സിൻ്റെ ഒരു ലെങ്ത്ത് മെഷർ ചെയ്യും. അപ്പോൾ അത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എക്സസൈസ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ആ സമയത്ത് നമുക്ക് റെസ്റ്റാണ് അത്യാവശ്യം. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളാണ് അല്ലെങ്കിൽ ഓൾറെഡി ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിലും ഈ പറയുന്ന എക്സസൈസ് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി, കാരണം പ്രഗ്നൻസി ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല, നമ്മളൊരു കുഞ്ഞു മോളെ അല്ലെങ്കിൽ കുഞ്ഞു മോനെ വരവേൽക്കാൻ വേണ്ടി റെഡി ആവുന്നൊരു ടൈമാണ്. അപ്പോൾ നമ്മളത് മാക്സിമം സന്തോഷമായിട്ട് മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഡോപ്പമിനൊക്കെ. അപ്പം നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ അതൊക്കെ റിലീസ് ആവുന്നുണ്ട്. അത് നമുക്കും അതുപോലെ തന്നെ നമ്മുടെ വരാൻ പോകുന്ന ആൾക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹോർമോണാണത്. എക്സസൈസ് മാത്രമല്ല, ഡയറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ. അത് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ പറയാം.
എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ ലേഡിയും എന്ന് പറയുന്നത് ഓരോ രീതിക്കായിരിക്കും, അവരുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന പല രീതിക്കായിരിക്കും. അപ്പം എല്ലാം നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്തും ചെയ്യാൻ. സോ പ്രഗ്നൻസി നമുക്ക് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാം.